ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഭീഷ്മ പിതാമഹനും യുധിഷ്ഠിര മഹാരാജാവും തമ്മിലുള്ള ഒരു സംവാദത്തിൽ നിന്നാണ്. അതായത് മഹാഭാരത യുദ്ധം തുടങ്ങി 10ാമത്തെ ദിവസമാണ് ഭീഷ്മ പിതാമഹൻ നിലം പതിക്കുന്നത്. അതിനുശേഷം 58 ദിവസം അദ്ദേഹം സ്വച്ഛന്ത മൃത്യു പ്രതീക്ഷിച്ചുകൊണ്ട് ശരശയ്യയിൽ കിടക്കുന്നു. ഈ സമയത്ത് ഭഗവാൻ ധർമ്മപുത്രരെയും മറ്റു പാണ്ഡവ സഹോദരന്മാരെയും കൂട്ടിയിട്ട് ധർമ്മ ഉപദേശത്തിനായി ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് വരുന്നു. സത്യത്തിൽ ഭഗവാൻ ധർമ്മോപദേശത്തിന് വേണ്ടി അല്ല വന്നത്. കാരണം എന്ന് വെച്ചാൽ ഭീഷ്മ പിതാമഹൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തനാണ്. അപ്പോൾ അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകിക്കൊണ്ട് ആ ജീവനെ മുക്തിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഭഗവാനെ പോലെ ഒരു നടനും ഒരു കപടനാട്യക്കാരനും ഈ പ്രപഞ്ചത്തിൽ വേറെ ഇല്ല തന്നെ, അല്ലേ? ഗോകുലത്തിലും വൃന്ദാവനത്തിലും ദ്വാരകയിലും ഒക്കെ എന്തൊക്കെ അത്ഭുത അഭിനയങ്ങളാണ് ഭഗവാൻ കാഴ്ചവെച്ചത്. അതിനുശേഷം യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്നുണ്ട്, കിമേകം ദൈവതം ലോകെ കിം വ്യാപ്യേകം പരായണം സ്വന്തക്കം കവർച്ചന്ത പ്രാപ്നുമാനവാശുഭം. അതായത് ഈ സർവ പ്രപഞ്ചത്തിലും വെച്ച് മുഖ്യനായിട്ടുള്ള ദേവൻ ഏതാകുന്നു, സർവ ജീവരാശിക്കും ആശ്രയമായിട്ടുള്ളത് എന്താകുന്നു, ഏത് ദേവനെ സ്തുതിച്ചാലാണ് മനുഷ്യർക്ക് നന്മ ഉണ്ടാകുക എന്നിത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നെയും ചോദിക്കുന്നുണ്ട്, കോധർമ്മ സർവധർമാണ ഭവത പരമോ മതവ കിം ജവൻ മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധന. അതായത് സർവധർമ്മങ്ങളിലും വെച്ച് പരമമായിട്ടുള്ള ധർമ്മം ഏതാകുന്നു, ഏത് ദേവനെ സ്തുതിച്ചാലാണ് ഒരു ജീവൻ ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തനാവുക എന്ന്. ഇത്രയും കേട്ട ശേഷം ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിര മഹാരാജാവിന് ധർമ്മോപദേശം നൽകുന്നു. എന്നിട്ട് ധർമ്മതത്വവും കൂടി ഉപദേശിക്കുന്നു. അദ്ദേഹം പറയുന്നു, സർവധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ഉത്തമമായ ധർമ്മം എന്ന് പറയുന്നത് ആ ഭഗവാനെ ആരാധിക്കുക, അനന്യ ഭക്തിയോടുകൂടി ആ ഭഗവാനെ ആരാധിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ദേവദേവനും ആദിമധ്യാന്തരഹിതനുമായ ആ ഭഗവാനെ സഹസ്രനാമം കൊണ്ട് സ്തുതിക്കുക എന്നുള്ളതാണ് ഈ ജനന മരണചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ഉപായം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, സഹസ്രനാമം ജപിച്ചാലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ തീരാത്ത അത്രയും ബലം നമുക്ക് സഹസ്രനാമ ജപം സ്ഥിരമായി നിഷ്ഠയായി ജപിച്ചാൽ കിട്ടും. ഭഗവാന്റെ പ്രീതിക്ക് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി കൂടിയാണ് ഈ സഹസ്രനാമം കൊണ്ട് ഭഗവാനെ സ്തുതിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആ സഹസ്രനാമ ജപത്തിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.